ഹലോ ഗൈസ്, ഇതൊരു ലൈവ് ട്രേഡിംഗ് വീഡിയോ അല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യമായിരിക്കും, ട്രേഡ് എടുക്കണ എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. ചില ഗ്രൂപ്പിലൊക്കെ നമുക്ക് പെയ്ഡ് ആയിട്ട് സിഗ്നൽസ് നമുക്ക് മേടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അവർ പറയണ ഒരു എൻട്രി, അവർ പറയണ ടാർഗറ്റ്, അവർ പറയണ SL നമ്മൾ ഒരാൾ നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കും. ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയായിരിക്കും, ചിലപ്പോൾ നമുക്ക് ലോസ് അടിക്കായിരിക്കും. അപ്പൊ കൂടുതൽ പേർക്കും അങ്ങനെയൊക്കെ സിഗ്നൽസ് കിട്ടുന്ന ഗ്രൂപ്പിൽ ചേർന്നിട്ട് കൂടുതൽ പേർക്കും ലോസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഒരു സിഗ്നൽസ് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഉടമയാണ് ഈ ഒരു ഡെയിലി ട്രേഡർ എന്ന ഈ ഒരു പേജിന്റെ ഉടമ. അപ്പോൾ ഒരു മാസം മുമ്പ് ഞാൻ ആളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് കുറെ മിസ്റ്റേക്ക് തോന്നി. അതിന് ശേഷം ഞാൻ വേറൊരു വീഡിയോ കൂടി ആളുടെ കണ്ടു. അപ്പോൾ ആ രണ്ട് വീഡിയോയിലും ആള് രണ്ട് തരത്തിലാണ് സംസാരിക്കുന്നത്, രണ്ട് തരത്തിലാണ് എൻട്രീന്റെ കാര്യം പറയുന്നത്, രണ്ട് തരത്തിലാണ് ടാർഗറ്റ്, എല്ലാ കാര്യങ്ങളും രണ്ട് തരത്തിലാണ് പറയുന്നത്. ഒന്നിൽ പറഞ്ഞതല്ല വേറൊരു വീഡിയോയിൽ പറയണത്, ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളല്ല വേറൊരു വീഡിയോയിൽ ആള് പറയണത്. ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആൾക്ക് രണ്ട് സിഗ്നൽസ് കൊടുക്കണ ഗ്രൂപ്പാണുള്ളത്. ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കണതും ഒന്ന് പെയ്ഡ് ആയിട്ട് കൊടുക്കണതും. ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അവർക്ക് സിഗ്നൽസ് കൊടുക്കണ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട് ആൾക്ക്. അങ്ങനെ രണ്ട് ഗ്രൂപ്പ്, ഒന്ന് ഫ്രീയും ഒന്ന് പെയ്ഡും. അപ്പോൾ ഞാൻ ആളുടെ ഫ്രീ ഗ്രൂപ്പിൽ കയറിയതിന്റെ ശേഷം ആള് പറയണത് അവിടുന്നൊക്കെ എൻട്രി കിട്ടിയിട്ടുണ്ടെന്നാണ്. ആളുടെ റൂൾസ് പ്രകാരം ആളൊരു പ്രൈസ് തരും, അതിന് മുകളിൽ ഒരു സെല്ലേഴ്സിന്റെ റിജക്ഷൻ കാണിച്ചു കഴിഞ്ഞു വെച്ചാൽ തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം എന്നാണ്. ചില സമയങ്ങളിലൊക്കെ നല്ല രീതിക്ക് മാർക്കറ്റ് മേലെ കയറി നല്ല ടോപ്പ് നിന്നായിരിക്കും ഒരു സെല്ലേഴ്സിന്റെ റിജക്ഷൻ കാണിക്കുന്നത്. അവിടുന്ന് എൻട്രി എടുത്തിട്ട് 10 പോയിന്റ് SL വെക്കാനാണ് ആള് പറയണത്. അങ്ങനെ SL സമയങ്ങളിലൊക്കെ കൂടുതൽ നമുക്ക് SL ആണ് വരുന്നത്. പിന്നെ ആള് അതിനൊക്കെ വളച്ചൊടിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻട്രി എടുക്കാറുണ്ട്, ഇവിടുന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടാറുണ്ട്, ഇവിടുന്ന് നമുക്ക് 1:1 ഒക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് വീഡിയോ ചെയ്യാറ്. അപ്പോൾ എനിക്കത് ഉടായ്പായിട്ട് തോന്നി. പിന്നെ ആളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ആളുടെ അതേ എൻട്രീസ് കൊടുക്കണ വേറൊരു ഗ്രൂപ്പ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഒരേ എൻട്രി ഒരേ സമയത്ത് ഒരേപോലെയാണ് എല്ലാ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നലെ ഈ ഗ്രൂപ്പുകളിൽ കൊടുത്ത എൻട്രീസ് ആണ്. കാരണം ഇന്ന് ഈ ഗ്രൂപ്പുകളിൽ ഞാൻ ഇല്ല, ഈ ഗ്രൂപ്പ് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കൊടുത്ത എൻട്രീസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ഡോസി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസ് ഏതൊക്കെയെന്ന് ആദ്യം നോക്കാം. ഈ ഒരു ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസും ഈ ഒരു സമയവും നിങ്ങൾ നോക്കി വെക്കുക. ഈ ഒരു ഗ്രൂപ്പിൽ നോക്കിയാൽ മനസ്സിലാവും ആള് ഡോസി എന്ന് പറയുന്ന ആള് ആ ഒരു സമയത്ത് ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഡെയിലി ട്രേഡർ ആ ഒരു ട്രേഡ് ഒന്നും എടുക്കണില്ല, ജസ്റ്റ് അതിനെ കുറിച്ച് വീഡിയോ ഇടുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് റൺ ചെയ്തിട്ട് കാശ് ഉണ്ടാവും. ഇനി ഈ ഡെയിലി ട്രേഡറിന്റെ ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ടിലും സെയിം എൻട്രി ആണ്. ഡോസിയിൽ ഏത് എൻട്രി ആണോ കൊടുത്ത് അതേ സെയിം പ്രൈസ് ആണ് ഈ ഒരു ഇതിലും കൊടുത്തിട്ടുള്ളത്, സെയിം റൂൾസ്. പക്ഷെ ഇതിൽ സമയം നോക്കിക്കഴിഞ്ഞാൽ ഡോസിയിൽ 7 മണിക്ക് വന്നു, ഇതിൽ 7:19 നമുക്ക് ട്രേഡ് വന്നിട്ടുള്ളത്. ഡോസിയിൽ ടോട്ടൽ 4 ട്രേഡ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ടോട്ടൽ 2 ട്രേഡ് വന്നിട്ടുള്ളൂ ഫ്രീ ഗ്രൂപ്പിൽ. ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 2 ഫ്രീയിൽ കൊടുത്തിട്ട് 2 കാശ് മേടിച്ചു കൊടുക്കും. പെയ്ഡ് ഗ്രൂപ്പിൽ നിന്ന് ഇയാൾ മേടിക്കണത് 2500 രൂപയാണ് ഒരാളുടെ കയ്യിൽ നിന്ന് ഇയാൾ ഫീ ആയിട്ട് മേടിക്കണത്. എന്ന് വെച്ചാൽ ഡോസിയിൽ കിട്ടുന്ന ഫ്രീ എൻട്രീസ് ഇയാൾ വിറ്റ് കാസ്റ്റ് ആക്കണോ. 2 ഗ്രൂപ്പിന്റെ മെസ്സേജസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ രണ്ടും പക്ക കോപ്പി ആയിരിക്കും. നിഫ്റ്റി സ്ട്രഗ്ലിംഗ് എല്ലാതും പക്ക കോപ്പി. സമയത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും. കാരണം ഒരാൾ ഇട്ട് കഴിഞ്ഞിട്ട് മറ്റാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം സമയത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. 2 ഗ്രൂപ്പും പക്ക കോപ്പിയാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നാ പറയുള്ളൂ, ഇതുപോലെ ഒരുപാട് സിഗ്നൽസ് കൊടുക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഒന്നിലും കയറി ചെന്ന് പെടാതിരിക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സെറ്റപ്പ് ബിൽഡ് ചെയ്യുക, അതിൽ ട്രേഡ് ചെയ്യുക. അതിൽ ലോസ് വന്നാലും പ്രോഫിറ്റ് വന്നാലും അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഇങ്ങനെ സിഗ്നൽസ് കൊടുക്കുന്ന ഗ്രൂപ്പ് ചെന്നിട്ട് അത് ഒരിക്കലും പെർമനന്റ് ആയിട്ട് നമുക്കൊരു സൊല്യൂഷൻ അല്ല, അതൊരു ടെമ്പററി സൊല്യൂഷൻ ആണ്. നമുക്ക് പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു സെറ്റപ്പ് ബിൽഡ് ചെയ്തെടുത്ത് നമ്മൾ അതിൽ വേണം ട്രേഡ് ചെയ്യാൻ.